ഇസ്രായേൽ ആക്രമണത്തിൽ നാവികസേന ഉന്നതൻ കൊല്ലപ്പെട്ടതായി ഒടുവിൽ ഇറാൻ സ്ഥിരീകരിച്ചു. റവല്യൂഷണറി ഗാർഡ്സിന്റെ റിയർ അഡ്മിറൽ അലിറേസ ടാങ്സീരിയുടെ മരണമാണ് ഒടുവിൽ ടെഹ്റാൻ സ്ഥിരീകരിച്ചത്. ഗുരുതരമായ പരിക്കുകളേറ്റതിനെ തുടർന്നാണ് അദ്ദേഹം മരിച്ചതെന്ന് റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിൽ അറിയിച്ചതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ IRGC നേവി ചീഫ് അലിറേസ തങ്സീരി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ഈ വാർത്ത ആദ്യം ഇറാൻ സ്ഥിരീകരിച്ചിരുന്നില്ല. തെക്കൻ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ നടന്ന ഇസ്രായേലി ആക്രമണത്തിലായിരുന്നു അലിറേസ തങ്സീരി കൊല്ലപ്പെട്ടത്. ഹോർമോസ് കടലിടുക്ക് അടച്ചതിന് അലിറേസ തങ്സീരിയാണ് ഉത്തരവാദിയെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. അതേസമയം ഇസ്രായേലി സൈനിക ആക്രമണത്തെക്കുറിച്ചോ അലിറേസ തങ്സീരിയുടെ മരണത്തെക്കുറിച്ചോ ഒന്നും ഇതുവരെ ഇറാനിൽ നിന്ന് ഒരു പ്രസ്താവനയും പുറത്തു വന്നിട്ടില്ലായിരുന്നു. 2018 ഓഗസ്റ്റ് മുതൽ IRGC നാവികസേനയുടെ കമാൻഡറായിരുന്നു തങ്സീരി. ഗൾഫിലെ പ്രത്യേകിച്ച് ഹോർമോസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ നടപടികളിൽ നിർണായക പങ്കും തങ്സീരിയുടേതാണ്. ഫെബ്രുവരി 28 മുതൽ US-ഉം ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഇറാന്റെ രാഷ്ട്രീയ സൈനിക ഉന്നതരുടെ പട്ടികയിൽ അങ്ങനെ തങ്സീരിയുടെ കൊലപാതകം കൂടി ഉൾപ്പെടുകയാണ്. അതേസമയം കഴിഞ്ഞ ആഴ്ച ഗൾഫ് രാജ്യങ്ങളിലെ US താവളങ്ങൾക്കെതിരെ പ്രതികാര ആക്രമണം നടത്തുമെന്ന് തങ്സീരി ഭീഷണിപ്പെടുത്തിയിരുന്നു. പ്രദേശത്തു നിന്ന് സാധാരണക്കാരും ഉദ്യോഗസ്ഥരും മാറി നിൽക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിൽ അപകടകരമായ ഒരു സൈനിക നടപടി ആരംഭിക്കുന്നതിനെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തങ്സീരിയുടെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന 400 കിലോഗ്രാമിലധികം ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം വേർതിരിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യം. ഇത് അപകടകരമായ ഒരു ദൗത്യമായിരിക്കും. US സൈന്യം നിരവധി ദിവസങ്ങളോ അതിൽ കൂടുതലോ ഇറാനിൽ തുടരേണ്ടി വന്നേക്കാമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിരുന്നാലും അത്തരമൊരു പ്രവർത്തനത്തിന് അംഗീകാരം നൽകുമോ എന്ന് പ്രസിഡന്റ് ട്രംപ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അമേരിക്കൻ സേനയ്ക്കുള്ള അപകട സാധ്യതകൾ പ്രസിഡന്റ് ട്രംപ് പരിഗണിക്കുന്നുണ്ടെന്നും എന്നാൽ അങ്ങനെ ചെയ്യാൻ തയ്യാറാണെന്നും US ഉദ്യോഗസ്ഥർ വാൾ സ്ട്രീറ്റ് ജേർണലിനോട് പറഞ്ഞു. ഇറാനെ ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ സൈനിക നടപടിയുടെ സാധ്യതകൾ തുറന്നിടുമ്പോൾ തന്നെ നയതന്ത്രപരമായ ഒരു പരിഹാരത്തിനായി ട്രംപ് ശ്രമിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ കരാർ പ്രകാരം ഇറാന് അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം US-ന് കൈമാറാൻ കഴിയും. കൂടാതെ ട്രംപിന്റെ ചിന്താഗതിയെക്കുറിച്ച് പരിചയമുള്ള ഒരാൾ ടെഹ്റാനെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് ഉപദേശകരോടും സഖ്യകക്ഷികളോടും വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ചർച്ചകൾക്കിടെ ഇറാൻ അത് കൈമാറാൻ വിസമ്മതിച്ചാൽ അത് ബലപ്രയോഗത്തിലൂടെ സ്വന്തമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ കുവൈറ്റിലെ പവർ വാട്ടർ ഡീസാലിനേഷൻ പ്ലാന്റിന് നേരെ തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ തൊഴിലാളി കൊല്ലപ്പെട്ടു. ഇതോടെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം 8 ഉയർന്നു. കുവൈറ്റിലെ വൈദ്യുതി ജലമന്ത്രാലയം Xലൂടെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. പ്ലാന്റിലെ ഒരു സർവീസ് കെട്ടിടത്തിന് ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യത്തിനു നേരെയുള്ള ഇറാന്റെ ഈ കടന്നുകയറ്റത്തെ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നതിനും നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനുമായി അടിയന്തര രക്ഷാസംഘത്തെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്.